ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അതിനു മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അത്തരം ചില വസ്തുതകളെ പറ്റിയാണ് ഈ ഷോയിലൂടെ വിവരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സാധ്യതയുള്ള പ്രിവിലേജസ്? ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ബിസിനസ് വഴി ലഭിക്കാനിടയുള്ള വലിയ ലാഭത്തിന്റെ കണക്കുകളായിരിക്കും. പക്ഷേ അതിനുമപ്പുറം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവ് ഓരോ ബിസിനസ് ഐഡിയകൾക്കും ഉണ്ട്. 12 അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്ന ഷോയിലൂടെ അത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയ ചില വിവരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പലരും ബിസിനസിനെയും സ്റ്റാർട്ടപ്പിനെയും ഒരേ അർത്ഥം വരുന്ന ആശയങ്ങളായാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാകും, അല്ലേ? എന്നാൽ ഈ 2 ആശയങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതേപറ്റിയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു സംരംഭത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ? ഇതിനുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ അധ്യായം 2 വിവരണം കേൾക്കണം. അടിസ്ഥാനപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ പിന്നെ നേരെ കടക്കുന്നത് ബിസിനസ് ശൃംഖലയുടെ നേട്ടത്തിലേക്കാണ്. അവയിൽ വ്യക്തിപരമായി നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും ഒപ്പം ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്നും ലഭിക്കാനിടയുള്ള നേട്ടങ്ങളും ഉൾപ്പെടുന്നു. ഇതും വളരെ രസകരമായി കേട്ടിരിക്കാവുന്നതാണ്. വർഷങ്ങൾ കഴിയും തോറും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതിൽ ഒരു ഭാഗമാവാൻ പുതുതായി ആരംഭിക്കുന്ന ബിസിനസ്സുകൾക്ക് സാധിക്കാറുണ്ട്. ഉദാഹരണമായി, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് പല ഫോറിൻ കമ്പനികളും ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഹബ്ബായി രാജ്യം മാറാനിടയായ കാരണങ്ങളെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? എങ്കിൽ അതും അധ്യായങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെ ഫോറിൻ കമ്പനികൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളായി കണക്കാക്കാം. ഇത് കൂടാതെ റെഗുലർ ജോബുകളും ബിസിനസ്സുകളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ചില നേട്ടങ്ങളും ഉണ്ട്. ഇത്തരം കാരണങ്ങളും ഒരു സംരംഭം തുടങ്ങാനായി ആളുകളെ പ്രേരിപ്പിക്കുന്നു. ഒപ്പം ടെക്നോളജിയിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങളും ഈ ഫാക്ടറുകളെയെല്ലാം സ്വാധീനിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതാണ് പുതിയ പല റെവല്യൂഷനുകളിലേക്കും എത്തിച്ചേരുന്നത്. ബിസിനസ് ചെയ്ത് സക്സസ് ആവുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ ഇതിലേക്ക് കടക്കാനായി എങ്ങനെ പണമുണ്ടാക്കാം എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. കാരണം സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കാനായി സർക്കാർ പല പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇവയെ ഉപയോഗപ്പെടുത്തുന്നത് വഴി എങ്ങനെ ഫണ്ട് ഉണ്ടാക്കാം എന്ന ചോദ്യത്തിന് പരിഹാരമാകും. മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് നേട്ടത്തിൽ എത്തിക്കുകയും ചെയ്യാം. അത്തരം ഗവൺമെന്റ് സ്കീമുകളെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പല മേഖലകളായി സംരംഭങ്ങൾ നടത്തി വിജയിച്ച ചില ബിസിനസ് പേഴ്സൺസിന്റെ ജീവിത കഥകളാണ് വിവരിച്ചിരിക്കുന്നത്. അവർ നേടിയ പല പാഠങ്ങളും നിങ്ങളുടെ വിജയത്തിനായി ഉപകാരപ്പെടും. ഒപ്പം മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ സ്റ്റോറി എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. മുൻപ് സൂചിപ്പിച്ച ഓരോ വിവരങ്ങളും വളരെ രസകരമായ രീതിയിൽ കേൾക്കണമെങ്കിൽ ഒട്ടും വൈകിപ്പിക്കാതെ അധ്യായത്തിലേക്ക് കടക്കാം. കരിയറിൽ എപ്പോഴും വളർച്ച ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് സ്ഥിരമായി ഒരേ ജോലി തന്നെ ചെയ്യാതെ പല കമ്പനികളിലായി വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനായി പരിശ്രമിക്കുകയോ ചെയ്യുന്നത്. ഒടുവിൽ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്ത് മടുക്കുമ്പോഴായിരിക്കും ഒരു സ്റ്റാർട്ടപ്പോ ബിസിനസ്സോ തുടങ്ങാം എന്ന് ആലോചിക്കുന്നത്. ചിലപ്പോൾ വർഷങ്ങളോളം പ്ലാൻ ചെയ്ത് നല്ലൊരു തുക സമ്പാദിച്ചതിനു ശേഷം സ്വന്തം ബിസിനസ്സിലേക്ക് കടക്കും. കൂട്ടുകാരുമായി ഒത്തുകൂടുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ സുഹൃത്തുക്കൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവുന്നു എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ചെറിയൊരു സംശയം മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം. എന്തായാലും ബിസിനസ് അല്ലേ തുടങ്ങാൻ പോവുന്നത്, അങ്ങനെയെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോരെ
പകരം എന്തിനാണ് സ്റ്റാർട്ടപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കും ഈ സംശയമില്ലേ? എങ്കിൽ ഇതിന് ഉത്തരം കണ്ടെത്താൻ ഈ അധ്യായം നിങ്ങളെ സഹായിക്കും. സ്റ്റാർട്ടപ്പും ബിസിനസ്സും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന വാക്കിന്റെ അർത്ഥം? ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ഒരു ബിസിനസ് സംരംഭത്തെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് സ്മോൾ ബിസിനസ് എന്നത് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ബിസിനസ് ഇൻഡസ്ട്രികളെയും സൂചിപ്പിക്കുന്ന പദമാണ്. റീറ്റെയിൽ ഔട്ട്ലെറ്റ്, പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പുതുമയില്ലാത്തതും നിത്യേന കാണുന്നതുമായ ബിസിനസ് സെക്ടറുകളാണ് ഇവ. ഒരേ മേഖലയെ സൂചിപ്പിക്കുന്നുവെങ്കിലും രണ്ടിന്റെയും ചിന്താഗതികൾ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഉദാഹരണമായി, നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ പോകുന്ന വ്യക്തിയാണെന്ന് കരുതുക. കേവലം ജീവിത ചിലവിനുള്ള ഒരു ജോലി എന്നതിനുമപ്പുറം വലിയ സംരംഭമായി വളരുക എന്നതാണ് ഓരോ സ്റ്റാർട്ടപ്പുകളുടെയും ലക്ഷ്യം. എന്നാൽ സ്മോൾ ബിസിനസ്സുകൾക്ക് ഇതുപോലുള്ള ചിന്താഗതികൾ ഉണ്ടാവില്ല. പകരം തങ്ങളുടെ ജീവിതത്തിനുള്ള വരുമാന മാർഗം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ നിലവിലുള്ള രീതിയിൽ തന്നെ പുതിയ കച്ചവടങ്ങൾ ആരംഭിക്കുന്നത്. ചുറ്റും ഒരുപാട് ബേക്കറികൾ ഉണ്ടെന്ന് കരുതി ആളുകൾ പുതിയ ബേക്കറികൾ തുടങ്ങാതിരിക്കുന്നുണ്ടോ? ഇല്ല, അല്ലേ? ഇത് തന്നെയാണ് സ്മോൾ ബിസിനസ്സിലൂടെ ലക്ഷ്യമിടുന്നതും. എന്നാൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ എപ്പോഴും തിങ്കിങ് ബിഗ് എന്ന ഐഡിയയെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊരു പ്രധാന വ്യത്യാസം ഐഡിയാസിലാണ്. ബിസിനസ് എപ്പോഴും സക്സസ്ഫുൾ ആകുന്നത് നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം നൽകുമ്പോഴാണ്. ഉദാഹരണമായി, കാർ നിർമ്മിക്കുന്ന കമ്പനി തങ്ങളുടെ പുതിയ കാർ ബ്രാൻഡുകൾക്ക് മികച്ച ഫീച്ചേഴ്സ് നൽകി മാർക്കറ്റിൽ ഇറക്കിയാൽ നല്ല ലാഭമുണ്ടാക്കാൻ കഴിയും. ഇതോടൊപ്പം മാർക്കറ്റിലെ കോമ്പറ്റീഷനും കൂടും. എന്നാൽ ഇവ തകർക്കാനായി മറ്റ് കമ്പനികളും പുതിയ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തിക്കൊണ്ട് കാർ വിപണിയിൽ എത്തിക്കുകയും ചെയ്യും. എങ്കിലും ലാഭത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം എന്നില്ല. എന്നാൽ ഒരു ഇന്നോവേറ്റീവ് ഫീച്ചറിലൂടെ മാർക്കറ്റ് കോമ്പറ്റീഷനെ തകർക്കാനായാൽ ഓരോ കമ്പനികൾക്കും ഇരട്ടി ലാഭം ഉണ്ടാക്കാം. ഈ രീതിയിലാണ് ഓരോ സ്റ്റാർട്ടപ്പുകളും ചിന്തിക്കുന്നത്. അതായത്, നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ഇന്നോവേറ്റീവായ സൊല്യൂഷൻസ് നൽകുക എന്നതാണ് അവരുടെ ഗോൾ. എന്നാൽ സ്മോൾ ബിസിനസ്സുകൾ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്ന രീതിയിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെ ഐഡിയ പുതുമയുള്ളതാണോ എന്നതിന് പ്രാധാന്യമില്ല. ഇവ കൂടാതെ വേറെയും വ്യത്യാസങ്ങൾ സ്റ്റാർട്ടപ്പിലും ബിസിനസ്സിലും നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാണ് ടെക്നോളജിയുടെയും ഡേറ്റയുടെയും ഉപയോഗം. സ്റ്റാർട്ടപ്പിലേക്ക് കടക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ കമ്പനി പ്രോസസ്സുകൾ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കൂടാതെ ഇതിൽ നിന്നെല്ലാം കളക്ട് ചെയ്യുന്ന ഡേറ്റ അനലൈസ് ചെയ്ത് തങ്ങളുടെ പ്രോഗ്രസ്സും ചെക്ക് ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്പനിയെ സംബന്ധിച്ചുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ സ്മോൾ ബിസിനസ്സുകളിൽ ഇത്തരം രീതികൾ കണ്ടുവരുന്നില്ല. പകരം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തായിരിക്കും കമ്പനി ഡിസിഷൻസ് തീരുമാനിക്കുക. ഇത്തരം ഘടകങ്ങൾ വളർച്ചയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാന വ്യത്യാസം പ്രൊഫഷണലിസവും എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്ട്രാറ്റജികളുമാണ്. മികച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അഥവാ SOP സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഓരോ സ്റ്റാർട്ടപ്പുകളും ആരംഭിക്കുന്നത്. അവർ ചെയ്യുന്ന ഏത് കാര്യത്തിലും കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാകും. ഉദാഹരണത്തിന്, ഫ്ലിപ്കാർട്ടിന്റെ വളർച്ചയെപ്പറ്റി ആലോചിച്ചു നോക്കൂ. ചെറിയ ഒരു മുറിക്കകത്ത് വളരെ ചുരുങ്ങിയ ആളുകളെ വെച്ച് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മുന്നോട്ടുള്ള വളർച്ചയെപ്പറ്റി അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് മികച്ച ലാഭമുണ്ടാക്കാൻ
സാധിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ സ്റ്റാർട്ടപ്പുകളും അവരുടെ ഭാവിയെപ്പറ്റി കൂടി വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷമാണ് ബിസിനസ്സിലേക്ക് കടക്കുന്നത്. എന്നാൽ സ്മോൾ ബിസിനസ്സുകളുടെ ചിന്താഗതി നേരെ വിപരീതമാണ്. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവരെപ്പോഴും കമ്പനിയുടെ ലാഭത്തേക്കാൾ വളർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് എത്ര തവണ ലോസ് ഉണ്ടായാലും കമ്പനി ഗ്രോത്ത് റേറ്റിന്റെ ഉയർച്ചയാണ് അവർക്ക് പ്രധാനം. അങ്ങനെയെങ്കിൽ ഇത്രയധികം ലോസ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാവുക എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിനും വ്യക്തമായ ഉത്തരമുണ്ട്. മികച്ച ഫണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഏതൊരാളും സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ചിന്തിക്കൂ. ഇനി അഥവാ സ്വന്തമായി ഫണ്ട് കണ്ടെത്താനുള്ള വകയില്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാനുള്ള മാർഗം കണ്ടെത്തുകയും ചെയ്യും. ഇവയ്ക്കെല്ലാം പുറമെ കൃത്യമായ എക്സിറ്റ് സ്ട്രാറ്റജികളും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ വ്യത്യാസങ്ങളാണ് പ്രധാനമായും ഒരു സ്റ്റാർട്ടപ്പും ബിസിനസ്സും തമ്മിലുള്ളത്. ഗുണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും സ്റ്റാർട്ടപ്പുകൾക്ക് ഫെയിലിയർ റേറ്റും കൂടുതലാണ്. അതുകൊണ്ടാണ് സ്മോൾ ബിസിനസ്സുകൾ തുടങ്ങാമെന്ന തീരുമാനത്തിലേക്ക് പലരും എത്തിച്ചേരുന്നത്. രണ്ട് മേഖലകളെപ്പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കാണും അല്ലേ? ഇനി അടുത്ത അധ്യായത്തിൽ ബിസിനസ് മേഖലയെ സ്വാധീനിക്കുന്ന ചില പ്രധാന ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഓരോരുത്തർക്കും 100 സ്വപ്നങ്ങൾ കാണും. അതനുസരിച്ചാണ് മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത്. ചിലർക്ക് വിചാരിച്ചതിനേക്കാൾ ഇരട്ടി ലാഭമുണ്ടാക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ നേരെ വിപരീതമായിരിക്കും. ഒരായുസ്സും മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ബിസിനസ്സിനായി മുടക്കിയിട്ടും വലിയ നഷ്ടങ്ങൾ മാത്രമായിരിക്കും ബാക്കിയാവുക. അതുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അവയെ സ്വാധീനിക്കാൻ ഇടയുള്ള വിവിധ ഘടകങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കാൻ സാധിക്കൂ. എന്തൊക്കെയാണ് ഒരു ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ? അതേക്കുറിച്ചാണ് നിങ്ങൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ഘടകം നീഡ് എന്നതാണ്. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഈ സംരംഭത്തിന് ആവശ്യക്കാരുണ്ടാവുമോ എന്ന കാര്യം ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. മാർക്കറ്റിൽ പുതുതായി ഇറങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ പർച്ചേസിംഗ് കൂടുന്നതിനനുസരിച്ചാണ് കച്ചവടം വർദ്ധിക്കുന്നത്. ഇത് സ്വാഭാവികമായും നിങ്ങളുടെ കമ്പനിക്കും ലാഭമുണ്ടാക്കും. നേരെ വിപരീതമായ അവസ്ഥയാണെങ്കിലോ, ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചതിനു ശേഷം അത് വിറ്റഴിക്കപ്പെട്ടില്ലെങ്കിലോ, മുടക്കിയ കാശ് മുഴുവൻ നഷ്ടത്തിലാകും അല്ലേ? അതുകൊണ്ടാണ് ആവശ്യക്കാരന്റെ ഔചിത്യം മനസ്സിലാക്കി സാധനങ്ങൾ വിപണിയിൽ എത്തിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകം യുണീക്നെസ്സും ഐഡന്റിറ്റിയുമാണ്. ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും അവയുടെ ഉപയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ പർച്ചേസ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. പകരം അതിന്റെ ബ്രാൻഡ് നെയിം നോക്കിയാണ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്. ഉദാഹരണമായി ടൂത്ത് പേസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം ഓർക്കുന്ന പേര് കോൾഗേറ്റ് എന്നതായിരിക്കും. ഇത് ആളുകൾക്ക് നൽകിയ വിശ്വാസ്യതയും ഗുണമേന്മയുമാണ് ഇപ്പോഴും ഈ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ സജീവമായി നിൽക്കാനുള്ള കാരണം. ഇതാണ് ആ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി. ഇത്തരത്തിൽ സ്വന്തമായ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ ബിസിനസ്സിൽ മികച്ച നേട്ടം കൈവരിക്കാം. ഇനി യുണീക്നെസിന്റെ കാര്യം എടുത്തു നോക്കൂ. പുതിയ ഐഡിയയോട് കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നേരെ മറിച്ച് മാർക്കറ്റിൽ നിലവിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റുകളാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നതെങ്കിൽ എക്സിസ്റ്റിംഗ് ബ്രാൻഡുകളുടെ പോപ്പുലാരിറ്റി ഇല്ലാതാക്കിയാൽ മാത്രമേ ബിസിനസ്സിന് വളർച്ചയുണ്ടാവൂ. അല്ലെങ്കിൽ വ്യത്യസ്തമായ ഏതെങ്കിലും ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തണം. ഇത്തരത്തിൽ യുണീക്കായ ചിന്താഗതി ഉണ്ടെങ്കിൽ മാർക്കറ്റ് കോമ്പറ്റീഷനുകളോട് പിടിച്ചു നിൽക്കാൻ ഏത് കമ്പനികൾക്കും സാധിക്കും.
മറ്റ് പ്രധാന ഘടകങ്ങൾ മാർക്കറ്റ് ട്രെൻഡിങ്ങും ബിസിനസ് സ്ട്രക്ചറുമാണ്. ഒരു പുതിയ ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് മുൻപേ മാർക്കറ്റിന്റെ ട്രെൻഡിനെ പറ്റി കൃത്യമായി അറിഞ്ഞിരിക്കണം. ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ് കറന്റ് മാർക്കറ്റ് ട്രെൻഡിന് യോജിച്ചതാണോ? എത്ര രൂപ ലാഭനഷ്ടം ഉണ്ടാകാം? എങ്ങനെയൊക്കെ വളർച്ചയുണ്ടാക്കാം? തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒപ്പം കൃത്യമായ ബിസിനസ് സ്ട്രക്ചറും ഉണ്ടാക്കണം. എന്നുവെച്ചാൽ തനിച്ചാണോ പാർട്ട്ണർഷിപ്പോട് കൂടിയാണോ ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തെപ്പറ്റിയും മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം എന്ന് സാരം. ഇതെല്ലാം പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തിയാൽ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് തടയാൻ കഴിയും. മുൻപ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല ധാരണയുണ്ടാക്കി കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ലൊക്കേഷനെ പറ്റിയും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഓഡിയൻസിനെ പറ്റിയും ചിന്തിച്ചു തുടങ്ങാം. ആളുകൾ ഒരുപാട് വിസിറ്റ് ചെയ്യുന്നതും കച്ചവടം നന്നായി നടക്കാൻ സാധ്യത ഉള്ളതുമായ ലൊക്കേഷൻ തിരഞ്ഞെടുക്കണം. ഒപ്പം സ്വന്തമായി ഒരു ഓഫീസ് തുടങ്ങണോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കണോ എന്ന കാര്യങ്ങളും തീരുമാനിക്കാം. മോശം ലൊക്കേഷൻ തിരഞ്ഞെടുക്കാനിടയായാൽ ബിസിനസിന്റെ വളർച്ചയെ ബാധിക്കും. ഇതുപോലെ ഓഡിയൻസിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാവണം. ചിൽഡ്രൻ, മെൻ, വുമൻ തുടങ്ങി വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുകൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇവരിൽ ആർക്കുവേണ്ടിയാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നല്ല പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് ലാഭമുണ്ടാക്കാം. ഇനി ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് കടക്കാം. അതാണ് പണം. ഏത് കാര്യം നടത്തിയെടുക്കണമെങ്കിലും കയ്യിൽ കാശ് വേണം. അങ്ങനെയെങ്കിൽ ബിസിനസിന്റെ കാര്യം പറയാനുണ്ടോ? വലിയ ഒരു തുക ക്യാപിറ്റലായി കൈവശമുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങുന്നതിനെപ്പറ്റി ചിന്തിക്കാവൂ. സാധനങ്ങൾ നിർമ്മിക്കാനാവശ്യമായ ഉപകരണങ്ങൾ മുതൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വരെ നല്ലൊരു തുക ചിലവാകും. ഇതിന് പുറമെ മാർക്കറ്റിംഗ്, മെയിൻ്റനൻസ് കോസ്റ്റ്, റെന്റ്, ട്രാവൽ എക്സ്പെൻസ് തുടങ്ങി വേറെയും ചിലവുകളുണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്യാനായാൽ ബിസിനസ് സക്സസ് ആകും. ആവശ്യമെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസ് വഴി ഫണ്ട് കളക്ട് ചെയ്യാനും ശ്രമിക്കണം. ഒന്ന് പാളിപ്പോയാലും നഷ്ടത്തിൽ നിന്ന് കരകയറ്റിയെടുക്കണമെങ്കിൽ പോലും പണം വേണം. അതുകൊണ്ട് നല്ല ബഡ്ജറ്റ് പ്ലാനിംഗ് തയ്യാറാക്കിയതിനു ശേഷം ബിസിനസ്സിലേക്ക് കടക്കുക. ഇനിയുള്ളത് എംപ്ലോയീസിനെ സെലക്ട് ചെയ്തെടുക്കാനുള്ള പ്രോസസ്സാണ്. ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. അതിനുള്ള സമയമോ കഴിവോ ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് ഓരോ മേഖലയിലേക്കും മികച്ച കഴിവുള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കണം. നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ജോലികളെല്ലാം കൃത്യസമയത്ത് പൂർത്തിയാക്കി കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും അവർക്ക് കഴിയും. പക്ഷേ ഉചിതമായവരെ കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം അവരുടെ ശമ്പളത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും കൃത്യമായി പ്രിപ്പയർ ചെയ്യണം. ഇത്തരം ഘടകങ്ങളാണ് പുതുതായി ബിസിനസ് തുടങ്ങാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഏത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ചും ബിസിനസ് പോലുള്ള മേഖലകളിൽ നഷ്ടങ്ങളുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മുൻപ് സൂചിപ്പിച്ച എല്ലാ ഫാക്ടേഴ്സും മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കണം ബിസിനസ് ആരംഭിക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വരാൻ പോകുന്ന അധ്യായത്തിൽ എന്തൊക്കെയാണ് പുതിയ ബിസിനസ്സിലൂടെ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രിവിലേജസ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കാം. ബിസി ഷെഡ്യൂളോടുകൂടി ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ ഡെയിലി റുട്ടീനെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എണീറ്റ് പ്രഭാതകർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു. ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുന്നു. വീട്ടുകാരോട് ബൈ പറഞ്ഞ് തിരക്കിട്ട് ഓഫീസിലേക്ക് ഓടുന്നു. ജോലിസ്ഥലത്ത് എത്തിയപ്പോഴേക്കും വൈകിയെത്തിയതിന് ബോസിന്റെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കുന്നു. ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായി കിടന്ന് പെടാ പാടുപെടുന്നു.
ഒടുവിൽ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും മറ്റ് ഒരു കാര്യവും ചെയ്യാനുള്ള സമയവും കാണില്ല. വന്ന പാടെ കിടന്നുറങ്ങും. ഇതല്ലേ ശരിക്കും ഒരു എംപ്ലോയിയുടെ അവസ്ഥ? ആരുടെയോ ഓർഡേഴ്സ് അനുസരിച്ച് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായി കിടന്ന് ഓടേണ്ടി വരുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ സ്വന്തമായി തീരുമാനം എടുക്കാനോ ഉള്ള അവകാശമില്ല. എന്ത് ദയനീയമായ ജീവിതം അല്ലേ? ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത്തരത്തിൽ പുതിയ ഒരു ബിസിനസ് തുടങ്ങുന്നതിലൂടെ പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? എങ്കിൽ നേരെ അധ്യായത്തിലോട്ട് കടക്കാം. ഓൺട്രപ്രണർ അഥവാ സംരംഭകൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള വാക്കാണ് ഇത്. സ്വന്തമായി ഒരു ബിസിനസ് കണ്ടുപിടിച്ച് അത് നടത്തിക്കൊണ്ടു പോകുന്ന വ്യക്തിയെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. പുതിയ പ്രോഡക്റ്റോ സർവീസോ വികസിപ്പിച്ചെടുത്ത് മാർക്കറ്റിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കും. സർഗാത്മകത, ക്ഷമ, ആത്മവിശ്വാസം, നന്നായി ആശയവിനിമയം നടത്താനുള്ള മിടുക്ക് തുടങ്ങിയവയെല്ലാം ഇത്തരം ആളുകളുടെ കഴിവാണ്. ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ്മാൻ മുകേഷ് അംബാനിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം ഒരു ഓൺട്രപ്രണറാണ്. സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒട്ടനവധി ബിസിനസ് സെക്ടറുകൾ അദ്ദേഹത്തിന് കീഴിലുണ്ട്. റിലയൻസിന്റെ സ്ഥാപകനായ അംബാനിക്ക് ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ 10ാം സ്ഥാനമാണ് ഉള്ളത്. ഇൻഡസ്ട്രിയിലെ ഓരോ മാറ്റങ്ങളെയും കൃത്യമായി നിരീക്ഷിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായാൽ മികച്ച ലാഭമുണ്ടാക്കാൻ സാധിക്കും. ഒപ്പം സാമ്പത്തികമായി വലിയ പൊസിഷനിൽ എത്തുകയും ചെയ്യാം. ബി യുവർ ഓൺ ബോസ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മറ്റാരുടെയും കീഴിൽ ജോലി ചെയ്യേണ്ടി വരില്ല. സ്വന്തം തീരുമാനങ്ങൾക്കനുസൃതമായി കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുകയും മികച്ച വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം. ഇതാണ് ബിസിനസ് മേഖലയുടെ ഏറ്റവും വലിയ നേട്ടം. പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ ശമ്പളത്തെപ്പറ്റി ആലോചിച്ചു നോക്കൂ. ഒന്നിനും തികയില്ല അല്ലേ? ബോസിന്റെ കയ്യിൽ നിന്നും ചെറിയ ഒരു തുക മാസാമാസം വാങ്ങിക്കുന്നതിന് പകരം പുതിയൊരു ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശമ്പളം തീരുമാനിക്കാം. പക്ഷേ ഒരു ബിസിനസ്മാനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അല്പം റിസ്ക്കുള്ള പണിയാണ്. എന്നാലും സക്സസ്ഫുള്ളായി ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ ഇതിനപ്പുറം സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു മേഖലയില്ല എന്നതാണ് സത്യം. ഒരു ചെറിയ മുറിയിൽ നിന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മികച്ച ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായി മാറിയ ഫ്ലിപ്കാർട്ട് ഇന്ന് കോടിക്കണക്കിന് ആസ്തിയുള്ള കമ്പനിയാണ്. എങ്ങനെയാണ് ബിസിനസ് മേഖല വളരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഉദാഹരണം തന്നെ ധാരാളം. മറ്റൊരു പ്രധാന നേട്ടം എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നതാണ്. വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ കമ്പനി പോളിസികൾ അനുസരിച്ചാണ് ഓരോ എംപ്ലോയും വർക്ക് ചെയ്യുന്നത്. എന്നാൽ സ്വന്തം കമ്പനിയാണെങ്കിലോ? നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അതാണ് കമ്പനി ഡിസിഷൻ. അവയ്ക്കനുസരിച്ച് ആളുകൾ ജോലി ചെയ്യുന്നു. എന്ത്, എപ്പോൾ, എവിടെ വെച്ച്, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ മറ്റാരുടെയും ഓർഡറുകൾ ആവശ്യമായി വരില്ല. ഇതെല്ലാം പൂർണ്ണമായും ഒരു വ്യക്തിയുടെ കൺട്രോളിൽ ആയിരിക്കും. ബിസിനസ് മേഖലയിലേക്ക് കടന്ന പാടെ മികച്ച ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല. ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസും അറിവും വിജയപരാജയങ്ങളുമൊക്കെയാണ് നല്ലൊരു ബിസിനസ്മാനായി വളരാൻ സഹായിക്കുന്നത്. ഒപ്പം കാര്യങ്ങളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇൻഡസ്ട്രിയിൽ മികച്ച പൊസിഷൻ നേടിത്തരാനും സഹായിക്കും. എനിക്ക് ലൈഫ് മടുത്തു, ഭയങ്കര ബോറിംഗ് ആണ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയേണ്ടി വന്നിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ? സ്ഥിരമായി ഒരേ ജോലി തന്നെ ചെയ്യുകയും ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരാൾക്കും ലൈഫ് ബോറായി തുടങ്ങും. എന്നാൽ ബിസിനസ് മേഖലയെ സംബന്ധിച്ച് ഇത്തരം വിരസതകൾ വളരെ കുറവാണ്. മാർക്കറ്റിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാവുകയും അതനുസരിച്ച് കമ്പനി പൊസിഷൻ നിലനിർത്താനായി വ്യത്യസ്തങ്ങളായ പല ടാസ്കുകളും കൈകാര്യം ചെയ്യേണ്ടിയും വരും. ഈ സന്ദർഭത്തിൽ വിവിധ ഘട്ടങ്ങളിലൂടെയാണ്
നിങ്ങൾ കടന്നു പോവുന്നത്. അവ പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കാം. പക്ഷേ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്ത തെറ്റുകൾ തിരുത്താനുമായി ഒട്ടനവധി അവസരങ്ങൾ ലഭിക്കും. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും കമ്പനിയെ നല്ല വളർച്ചയിൽ എത്തിക്കണം എന്നതായിരിക്കും ഓരോ സംരംഭകന്റെയും ലക്ഷ്യം. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പുതിയ രീതികൾ കണ്ടുപിടിച്ച് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ജീവിതത്തിന്റെ ദിവസേനയുള്ള ശൈലികളിൽ മാറ്റം വരികയും പുതിയ കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നുവരികയും ചെയ്യും. ഒന്നുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ ബോറടിക്കാനുള്ള സമയം പോലും കാണില്ല എന്നർത്ഥം. ഇവയ്ക്കെല്ലാം പുറമേയുള്ള പ്രധാന നേട്ടം ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും എന്നതാണ്. നിങ്ങൾക്ക് മുകളിൽ ഒരു ഹയർ അതോറിറ്റി ഇല്ലാത്തതിനാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ ശമ്പളം കട്ട് ചെയ്ത് പണിഷ്മെന്റ് നൽകാനോ ആരും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് നാളെ എന്റെ ജോലി നഷ്ടമായാൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാലോചിച്ച് സങ്കടപ്പെടേണ്ടി വരില്ല. പക്ഷേ കമ്പനി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാകും. എങ്കിലും സ്വന്തമായി ബിസിനസ് നടത്തുന്നത് ലൈഫിൽ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഇതുകൊണ്ട് മാത്രം ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന നേട്ടങ്ങൾ പൂർത്തിയാകുന്നില്ല. ഇനി വരും അധ്യായത്തിൽ മറ്റു ഗുണങ്ങളെപ്പറ്റിയും കൂടി മനസ്സിലാക്കാം. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിലൂടെ ഒരു ബോസായി മാറിയതുകൊണ്ട് മാത്രം നേട്ടങ്ങൾ അവസാനിച്ചോ? ഒരിക്കലുമില്ല. ബിസിനസ്മാൻ എന്ന നിലയിൽ ഇനിയും ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ അറിഞ്ഞതിന് ശേഷമായിരിക്കണം നിങ്ങളുടെ ബിസിനസ് പ്ലാൻ തയ്യാറാക്കി തുടങ്ങേണ്ടത്. അത്തരം ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ജീവിതത്തിലുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും അത് അനുഭവിക്കുന്ന വ്യക്തിയുടെ സന്തോഷത്തെ കൂടി സ്വാധീനിക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ കുടുംബത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരാഘോഷം മനസ്സറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയുമോ? ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് ആ സങ്കടത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇവ സഹായിച്ചേക്കാം. അല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കാം. ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയുണ്ട്, വലിയ ബാധ്യതകളും ഇല്ല. എങ്കിൽ ആ വ്യക്തി സന്തോഷവാനായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലേ? പക്ഷേ കുടുംബ ബന്ധങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരെ മാനസികമായി തളർത്തിയേക്കാം. ഇനി അഥവാ സ്വന്തം പാഷൻ ഫോളോ ചെയ്യാൻ സാധിക്കാതെ കുടുംബത്തിന്റെ ബാധ്യത തീർക്കാനായി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ? അവിടെയും ഹാപ്പിനെസ് എന്ന ഫീലിംഗ്സിന് യാതൊരു വിലയുമില്ല. എന്നാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ ബിസിനസ്സിലൂടെ സാധിക്കും. നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവുന്നത് വഴി കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിക്കാൻ പോകുന്നത്. പലരും തങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് ജീവിക്കുന്നത്. അതിനായി അവർ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങളെല്ലാം മറക്കും. എന്നാൽ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സഹായിക്കും. എത്ര വലിയ സ്വപ്നങ്ങളായാലും അവയ്ക്കാവശ്യമായ പണം മുടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല കുറച്ചുകൂടെ എളുപ്പത്തിൽ ജീവിതത്തെ നേരിടാനും ഒപ്പം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കൈവരിക്കാനും ഇത് കാരണമാകുന്നു. ഒരു വ്യക്തി സ്വയം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ മാത്രമല്ല അവരുടെ സമാധാനം കളയുന്നത്. ചുറ്റിലും നടക്കുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യരുടെ ചിന്താഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. മുൻപ് കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഒരാളുടെ സന്തോഷത്തെ സ്വാധീനിക്കുന്നതായി സൂചിപ്പിച്ചിരുന്നല്ലോ. ഇതുപോലെ വലിയ ഓഫീസിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അവിടുത്തെ അന്തരീക്ഷം നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്തെ കമ്പനി അറ്റ്മോസ്ഫിയർ നമ്മുടെ വർക്കിനെയും ബാധിക്കുന്നു എന്ന് സാരം. ഒട്ടും വൃത്തിയില്ലാത്ത പരിസരങ്ങളിലാണ് ജോലി ചെയ്യേണ്ടി വരുന്നതെങ്കിൽ മാനസികമായി നിങ്ങൾക്ക് ഒരു സന്തോഷവും ഉണ്ടാകില്ല, അല്ലേ? എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ സ്വന്തം ബിസിനസ്സിലൂടെ സാധിക്കും.
നിങ്ങളുടേതായ രീതിയിൽ ഒരു ഡ്രീം വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഒപ്പം കൂടെ ജോലി ചെയ്യുന്നവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുകയും വേണം. ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള രീതിയിൽ സ്വന്തമായൊരു സ്ഥാപനം നിർമ്മിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി ഇത്തരം നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കുഞ്ഞായിരുന്നാൽ മതിയായിരുന്നു, ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനും അല്പം കൂടെ ക്രിയേറ്റീവായി ചിന്തിക്കാനും കഴിയുമായിരുന്നു. ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഒരു ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം നീണ്ടു പോവണം എന്നില്ല. പയ്യെ മടുത്തു തുടങ്ങും. ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. പുതുതായി എന്തെങ്കിലും ചെയ്യാനോ അത് പ്രാവർത്തികമാക്കാനോ ഉള്ള അവസരങ്ങൾ ലഭിക്കുകയുമില്ല. എന്നാൽ നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം നേരെ വിപരീതമായിരിക്കും. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവുന്ന പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കി ബിസിനസിനെ ഉയർന്ന വളർച്ചയിൽ എത്തിക്കണമെങ്കിൽ ക്രിയേറ്റീവായി ചിന്തിക്കാൻ കഴിയണം. ഒപ്പം വളരെ ആക്റ്റീവായി കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുകയും വേണം. ഇതിനെല്ലാം പുറമെ പുതുതായി പല വിഷയങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രോഡക്റ്റ് റോഡ് മാപ്പിംഗ് എന്നു തുടങ്ങി ടെക്നോളജിക്കനുസൃതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഒരു ബിസിനസ് പേഴ്സൺ എന്ന നിലയിൽ നിങ്ങൾ കൈവരിച്ചിരിക്കണം. അതുകൊണ്ട് എല്ലാത്തിനെ പറ്റിയും അറിവ് നേടണമെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല രീതിയിൽ പഠിച്ചെടുത്തേ മതിയാകൂ. ഒരേ സമയം ഒന്നിലധികം ടാസ്കുകൾ ചെയ്തു തീർക്കാനുള്ള കഴിവ് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമാണ്. അതിനായി പലതരം സ്കില്ലുകൾ അറിഞ്ഞിരിക്കുകയും വേണം. എല്ലാവരും നമ്മളെപ്പറ്റി പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്, അല്ലേ? ഇതുവഴിയാണ് പോപ്പുലാരിറ്റി നേടാൻ സാധിക്കുന്നത്. ബിസിനസിന്റെ മറ്റൊരു പ്രധാന നേട്ടം ഈ പോപ്പുലാരിറ്റിയാണ്. മികച്ച സ്ട്രാറ്റജികളിലൂടെ വിജയിക്കാൻ സാധിച്ചാൽ വലിയ ബ്രാൻഡായി മാറാൻ നിങ്ങൾക്ക് കഴിയും. നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അവയുടെ ബ്രാൻഡ് നെയിം നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത്തരത്തിൽ പ്രോഡക്റ്റുകൾ മാത്രമല്ല, അത് നിർമ്മിക്കുന്നത് ആരാണോ അവരുടെ പ്രശസ്തിയും മാർക്കറ്റിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്. ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, ജെഫ് ബെസോസ് തുടങ്ങി ലോക പ്രശസ്തരായ എല്ലാ ബിസിനസ്സുകാരുടെയും പേര് കേട്ടാൽ തന്നെ അവർ നിർമ്മിക്കാൻ പോകുന്ന ഓരോ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയും ആളുകൾ കാത്തിരിക്കും. സ്വന്തം ബിസിനസിന്റെ പേരിൽ അവരുണ്ടാക്കിയെടുത്ത പോപ്പുലാരിറ്റിയാണ് ഇതിന് കാരണം. ഇതും ബിസിനസ് മേഖലയുടെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ്. ഇവയ്ക്കെല്ലാം പുറമെ നിരവധി ആളുകൾക്ക് ജോലി നൽകാനും ബിസിനസ്സിലൂടെ സാധിക്കും. സ്വന്തം നേട്ടത്തിനപ്പുറം സാമ്പത്തികപരമായി സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കും. വളരെയധികം സ്കിൽഡായ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ കമ്പനിയുടെ വളർച്ചയിലും കാര്യമായ പുരോഗതി ഉണ്ടാവും. മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായി നിങ്ങൾ നേടിയെടുക്കുന്ന നേട്ടങ്ങളാണ്. ഇനി വരും അധ്യായത്തിൽ പുതുതായി ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഗവൺമെന്റിൽ നിന്നും ലഭിക്കാനിടയുള്ള ചില പ്രിവിലേജസിനെ പറ്റി മനസ്സിലാക്കാം.